ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് പല കളറിൽ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിനെടുത്തിരിക്കുന്നത് ഞാൻ ബോൾ ചെയിൻ, പേൾ ചെയിൻ, പിന്നെ നമ്മളുടെ വാക്സ് ഷീറ്റ്, പിന്നെ ഗം. ഓക്കെ, ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഷേപ്പ് അതിൽ വരച്ചു കേട്ടോ. ഒരു ഷേപ്പ് ഏതാണോ നമുക്ക് വേണ്ടത് അതിന് നമ്മളൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം ഞാൻ 4 ലെയറാണ് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എത്ര ലെയറാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ബോൾ ചെയിൻ കൊടുത്തു, അടുത്ത ലെയർ ഞാൻ പേൾ ചെയിനാണ്. അപ്പോൾ ഇതിന് പേൾ ചെയിന് പകരം നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ബോൾ ചെയിൻ പല കളറിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഓരോ ലെയറും, അപ്പോൾ ഇത് കുറച്ച് ബിഗ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ലെയർ കുറയ്ക്കണം. അപ്പോൾ അടുത്ത് വീണ്ടും ഞാൻ ബോൾ ചെയിൻ കൊടുക്കുകയാണ്. അത് മെറ്റാലിക് കളറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, ശരിക്കും ഗോൾഡനും അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ലെയറും നമ്മൾ കട്ട് ചെയ്ത് അത് ഒട്ടിക്കുമ്പോൾ ആ എഡ്ജ് കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ എഡ്ജ് കട്ട് ചെയ്ത് ആ സൈഡിൽ കുറച്ച് ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ആ എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് രണ്ടും കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്നത് വേണം. നിങ്ങൾ നിൽക്കുമ്പോൾ വേണം കട്ട് ചെയ്യാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 4 ലെയറാണ്, 4 ലെയറും ഞാനങ്ങ് ചെയ്തു. നോക്കി, മൂന്നാമത്തത്, അടുത്തത് നാലാമത്തത് ഞാനങ്ങ് ചെയ്യുകയാണ്. നോക്കി, ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ്. അപ്പോൾ ഈ നമ്മളുടെ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂ ഇത്രയും കൊടുത്ത് ഒട്ടിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിൽ ആവശ്യമാണെങ്കിൽ ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമുക്ക് വാക്സ് ഷീറ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാലേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 3 TR ഫ്ലവർ അങ്ങനെ കൊടുത്തു. അത് പല കളറുണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഞാൻ ഇയർ സ്റ്റഡ് ചെയ്യാനായിട്ട് ഹാഫ് കട്ട് ബീഡ്സ് എടുത്തു. കട്ട് ബീഡ്സ് ചുറ്റി ഞാൻ 3 ലെയറാണ്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ലെയർ ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം താഴത്തെ ഹാങ്ങിങ്സും ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഗോൾഡൻ ചെയിൻ, അതായത് ബോൾ ചെയിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പേൾ ചെയിൻ. അപ്പോൾ ഞാൻ ആ ഓർഡറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിച്ചൊന്ന് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിക്കോളാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ആ ഒരു ഫിനിഷിങ് എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ലെയർ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും അടുത്തത് ചെയ്യുന്നു. അപ്പോൾ ഞാനതങ്ങ് ഏകദേശം ഫിനിഷ് ചെയ്തു. ഞാൻ നമ്മുടെ ഇയർ സ്റ്റഡ് 4 ലെയറല്ല, ഞാൻ 3 ലെയറാണ് എടുത്തിരിക്കുന്നത്. നോക്കി, അപ്പോൾ ഞാനതങ്ങ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഞാൻ നമ്മളുടെ ലൈറ്റർ കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ആ ടിയറ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ നമ്മളുടെ ഗോൾഡൻ ബീഡ്സാണ് കൊടുത്തത്. നിങ്ങൾക്ക് സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ സ്റ്റഡിൻ്റെ എല്ലാം ഫിക്സ് ചെയ്യാണ്. ഐപ്പിൻ തമ്മിൽ ഫിക്സ് ചെയ്തിട്ട് വേണം രണ്ടും തമ്മിൽ ഫിക്സ് ചെയ്യാനായിട്ട്. ഹാങ്ങിങ്സും നമ്മുടെ സ്റ്റഡും തമ്മിൽ. ഈ ഹാങ്ങിങ്സ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് ജസ്റ്റ് നമ്മൾ ഓൾറെഡി വാക്സ് ഷീറ്റിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചെറിയ പീസ് വാക്സ് ഷീറ്റ് എടുത്തിട്ട് ആ ഐപ്പിനൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ടൈറ്റായി തന്നെ അവിടെ ഇരിക്കും. അത് ഇളകത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മേളിലും നമ്മളത് ചെയ്യുക. കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇയർ സ്റ്റഡ് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഐപ്പിനും കൂടെ ഫിക്സ് ചെയ്തതിന് ശേഷം ആ വാക്സ് ഷീറ്റ് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്, അത് ഷാർപ്പാണല്ലോ, നമ്മൾ സ്റ്റഡിൻ്റെ പുറകിലുള്ള കണക്ടർ ഷാർപ്പാണ്. അപ്പോൾ അതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേക്കും അതൊരു ഹോളായിട്ട് അതങ്ങ് കറക്റ്റ് അവിടെ ഫിക്സ് ആയിരിക്കും. നോക്കി, കറക്റ്റ്. ഇതൊന്നും ഇളകത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. നോക്കി, അപ്പോൾ അതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും ഒരല്പം പുറത്തോട്ടൊക്കെ നിൽക്കുന്നെങ്കിൽ ആ ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങ് ഉരുക്കി കളഞ്ഞാൽ മതി. ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ താഴെയുള്ള ഹാങ്ങിങ്സ്, നമുക്ക് ഹാങ്ങിങ്സ് ഇതുപോലെ വാങ്ങിക്കാനും കിട്ടും. എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു വയർ എടുത്തു. 0.4-ൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ വയറിലേക്ക് ഒരു ഗോൾഡൻ ബീഡ്സ് ആദ്യം ഇട്ടു. അതിനുശേഷം അതിലേക്ക് വീണ്ടും ഒരു പേളിൻ്റെ മുത്ത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള പല കളറിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ആ പല കളറിൽ ഇട്ടിട്ട് ഐപ്പിന്നിലേക്ക് കണക്ട് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും അതെന്ത് ചെയ്യുന്നറിയാം, നല്ല ഭംഗിക്ക് നമുക്ക് ഏത് തരത്തിൽ ഇത്ര വലിയ ഹാങ്ങിങ്സ് വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം. ഞാനതങ്ങനെ കുറച്ചങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ താഴെ ഹാങ്ങിങ്സ് ഇടുമ്പോൾ അതിന് കുറച്ചൊരു പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നി കേട്ടോ. ചിലർക്ക് ഹാങ്ങിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ കസ്റ്റമറിന് ഹാങ്ങിങ്സ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പുറകിലേക്ക് നന്നായി ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഒരേ ഓർഡറിലായിരിക്കണം നമ്മളത് വെക്കുന്നത്. 2 സൈഡും, അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ വയ്ക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇത് നോക്കിയിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ എപ്പോഴും ഇതൊന്ന് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുറച്ച് 2 സെക്കൻഡ് കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്യാൻ നിൽക്കില്ല. കാരണം കൈ നമ്മൾ അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഇളകി വരും കേട്ടോ. കാരണം ഈ ഗമ്മ് കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് പെട്ടെന്ന് സ്റ്റിക്കി ആവുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇളകി വരും. ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിൽ ഫെൽറ്റ് ഷീറ്റ്, അല്ലെങ്കിൽ വാക്സ് ഷീറ്റ് ആണെങ്കിൽ വാക്സ് ഷീറ്റ്, അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്, OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്, അതിലൊന്നൊരു പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറകിലേക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് 2 സെക്കൻഡ് ഒന്ന് നന്നായി ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അത് നന്നായി അവിടെ ഇരിക്കും. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് സൈഡിലോട്ട് നിൽക്കുന്നതിനെല്ലാം ഉരുക്കി മാറ്റി കൊടുക്കുക. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാവോ, നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എത്ര ഫിനിഷിംഗ് ഒന്നും കാണത്തില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആണ്. ഇതുപോലെ ഇയറിംഗ് ഒക്കെ വാങ്ങിക്കാൻ നല്ല കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.